ഇപ്പോൾ കോടതിയിൽ എന്ന് പറഞ്ഞാൽ DRTയിൽ ഒന്നുണ്ട്, ഹൈക്കോടതിയിൽ 1, 2, 3 മൂന്നോളം കേസുകളും ഹൈക്കോടതിയിലുണ്ട്, തൃശ്ശൂർ ജില്ലാ കോടതിയിലുണ്ട്, CJM കോടതിയിലുണ്ട്, സബ് കോടതിയിലുണ്ട്. ഇത്രയും ഇപ്പം എൻ്റെ അറിവിലുണ്ട്. ഇനി തപ്പി നോക്കണം, അത്രയുണ്ട്. തൃശ്ശൂർ പഴയന്നൂർ സ്വദേശി വീരാൻകുട്ടി പ്രവാസിയായിരുന്നു. സൗദിയിൽ മോട്ടോർ മെക്കാനിക്കായി ജോലി ചെയ്ത് കിട്ടിയ വരുമാനം കൊണ്ട് നാട്ടിൽ കടമുറികൾ പണിഞ്ഞതോടെയാണ് ജീവിതം കോടതി വരാന്തയിലെത്തിയത്. കെട്ടിടം പണിയാനായി എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ വീടും വസ്തുവും വിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ അത് വലിയൊരു കുരുക്കിൽ കൊണ്ടുചെന്നെത്തിച്ചു. പഴയ തൃശ്ശൂർ ജില്ലാ ബാങ്ക് അധികൃതരുടെ ഒത്താശയോടെ വസ്തു വാങ്ങാനായി കരാറൊപ്പിട്ട ചങ്ങരംകുളം സ്വദേശി കോടികൾ തട്ടിയെടുത്തെന്ന് വീരാൻകുട്ടി പറഞ്ഞു. അന്നു മുതൽ തുടങ്ങിയതാണ് ഈ വ്യവഹാര ജീവിതം. ലോൺ എടുത്തിട്ട് ആ ലോൺ കൃത്യമായിട്ട് 2-3 വർഷം ഞാൻ കറക്റ്റായിട്ട് അടച്ചു. പിന്നീട് അത് പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇവിടുന്ന് കയറിപ്പോയി, വീണ്ടും വിദേശത്തേക്ക് പോയി. അവിടെ നിന്ന് എൻ്റെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ആരെങ്കിലും വന്നാൽ കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് പോയത്. അത് എടുക്കാൻ വേണ്ടി ഒരു ടീം വന്നു. അത് ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞ ഒരുത്തനായിരുന്നു. അവൻ വന്നു, ഇവിടെ വന്നു, എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. നേരെ ബാങ്ക് കൊണ്ടുവച്ചാൽ പൈസ കിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയമായി. നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ ബാങ്കും എല്ലാവരും നമുക്ക് ഉറപ്പ് തന്നതിൻ്റെ ഭാഗമായി ബാങ്കിൽ ഒപ്പിട്ട് കൊടുത്തു. എനിക്ക് തരേണ്ട പണം അവന് കൊടുത്തു. അവനെ നാഗ്പൂർ വെച്ചിട്ട് CBI അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അവനൊരു ഫ്രോഡാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ല, 1 രൂപ എനിക്ക് കിട്ടിയിട്ടില്ല. ബാങ്കിൽ നിന്ന് 2,80,00,000 രൂപ അവൻ്റെ അക്കൗണ്ടിലേക്കാണ് പോയത്. അതിനിടെ വായ്പ എടുത്ത് നിർമ്മിച്ച കെട്ടിടം മറ്റൊരു നിയമക്കുരുക്കിൽപ്പെട്ടു. കേസുകളുടെ നടത്തിപ്പ് വലിയ സാമ്പത്തിക ബാധ്യതയായതോടെ പാർട്ടി ഇൻ പേഴ്സണായി ഹൈക്കോടതിയിൽ ഹാജരായി. അതായത് വീരാൻകുട്ടി കോടതി മുറിയിൽ കേസ് സ്വയം വാദിച്ചു. വക്കീലുമാരൊക്കെ ഒഴിഞ്ഞു. 1, 2, 3, 4 വക്കീൽ ഒഴിഞ്ഞു. പിന്നെയാണ് ഈ രാജശേഖരൻ സാർ പറഞ്ഞു, നിങ്ങൾ നേരിട്ട് പൊക്കോ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ, സാറേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. സാറ് പറഞ്ഞു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം, നിങ്ങളുടെ കാര്യമല്ലേ, നിങ്ങൾ പോയി പറഞ്ഞെന്ന് പറഞ്ഞു. ഞാനങ്ങ് പോയി, സാർ എഴുതി തന്നു, അതും മേടിച്ച് ഞാനങ്ങ് പോയി. ഞാനൊരു 1.5 മണിക്കൂർ നിന്നിട്ട് എൻ്റെ കാര്യം മുഴുവനും പറഞ്ഞു. ഒരു നിയമവസ്തുവും മറിച്ചിട്ടില്ല. സത്യം പോലെ അങ്ങോട്ട് വ്യക്തമാക്കി അങ്ങ് പറഞ്ഞു. അവർ പറഞ്ഞു ഇംഗ്ലീഷ് പറയുമ്പോൾ, ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല, മലയാളത്തിൽ പറയാൻ വന്നു. ഒരു സംരംഭം തുടങ്ങാനുള്ള തീരുമാനമാണ് പ്രവാസിയായ വീരാൻകുട്ടിയെ വ്യവഹാരിയാക്കി മാറ്റിയത്. 9 വർഷമായി തുടരുന്ന കോടതി വരാന്തയിലെ ജീവിതം എന്നവസാനിക്കുമെന്ന് ഒരു പിടിയുമില്ല. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.